എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേറെ പീരിശത്തിൽ ചൊല്ലിയിടുന്നു വസ്സലാം. ഞങ്ങൾക്കെല്ലാം സുഖമാണിവിടെ എന്ന് തന്നെ എഴുതിയിടട്ടെ. മാറുനാട്ടിൽ ഞങ്ങൾക്കും അതിലേറെ ക്ഷേമമാണെന്ന് കരുതി സന്തോഷിക്കട്ടെ. എഴുതിയറിയിക്കാൻ കാര്യങ്ങൾ 100 എഴുതുകയല്ലാതെ വേറൊന്ത് വഴിയുണ്ട്. എന്മിഴികൾ തൂകും കണ്ണുനീരതു കണ്ട് എൻ കരൾ വേദന കാണുവാനാരുണ്ട്. എങ്ങനെ ഞാൻ പറയും എല്ലാം ഓർത്ത് എന്നെന്നും ഞാൻ കരയും. ഈ കത്തിന് ഉടനടി ഒരു മറുപടി തന്ന് സംഗീതം തീർത്തിടണേ. ഇടയ്ക്കിടെ എന്നെയും ഓർത്തിടണേ. മധുവിധി നാളുകൾ മനസ്സിൽ കഴിക്കുന്നു. മദനക്കിനാവുകൾ മാറോടണയ്ക്കുന്നു. മലരണി രാത്രികൾ മഞ്ഞിൽ കുളിക്കുന്നു. മണിയറക്കട്ടിലോ മാടി വിളിക്കുന്നു. എങ്ങനെ ഞാനുറങ്ങും? കിടന്നാലും എങ്ങനെയുറക്കം വരും? ഉറങ്ങിയ അത് പകർന്നിടും പുതു പുതു സ്വപ്നം കണ്ട് ഞെട്ടിയുണരും. തലയിണ കൊണ്ട് കെട്ടിപ്പുണരും. രണ്ടോ 4 വർഷം മുമ്പ് നിങ്ങൾ വന്ന് 8-10 നാളുകൾ മാത്രം വീട്ടിൽ നിന്ന്. അതിലുണ്ടായൊരു കുഞ്ഞിന് 3 വയസ്സായിന്ന്. അവനെന്ന് ചോദിക്കും ബാപ്പായെവിടെന്ന്. ഓടിച്ചാടി കളിക്കും മോൻ ബാപ്പാനെ മാടി മാടി വിളിക്കും. അത് കാണുമ്പോൾ കുടഞ്ഞിടും ഇടനെഞ്ചി പിടഞ്ഞിടും. പൂങ്കുഞ്ഞി പൈതലല്ലേ, ആ മുഖം കാണാൻ കൂടി നിങ്ങൾക്കുമില്ലേ? അന്നു മധുരം നുകർന്നോരീ മണിയറ. ഇന്നു ഞാൻ പാർക്കും തടങ്കൽ തടവറ. മണവാട്ടിയായി വന്ന് കയറിയോരിപ്പൂര. മനമോഹങ്ങൾക്കൊന്ന് കുഴിച്ചിട്ട കല്ലറ. കണ്ണീരിൽ പൂവിരിഞ്ഞേ, കഥനക്കനലിൽ കൽബ് കത്തിക്കരിഞ്ഞേ. കര കാണാതെ കുടഞ്ഞിടും ഇടകടലിൽ ഞാൻ നീന്തി നീന്തി തുടിക്കും. അങ്ങനെ ഞാൻ നീറി നീറി മരിക്കും. മധുരം നിറച്ചോരു മാംസപ്പൂവൻ പഴം മറ്റാർക്കും തിന്നാൻ കൊടുക്കൂലൊരിക്കലും. മരിക്കോളം ഈ നീതി കാക്കും ഞാനെങ്കിലും. മലക്കല്ല ഞാൻ പെണ്ണെന്നോർക്കണം നിങ്ങളും. യൗവനത്തേൻ വഴിഞ്ഞേ 17ൻ്റെ സുന്ദര പൂങ്കൊഴിഞ്ഞേ. താരുണ്യത്തിൽ കടഞ്ഞെടുത്തൊരു ചെറുകുടിലിൽ ഞാൻ കാഴ്ച പണ്ടം മാത്രമായി ഒഴിഞ്ഞിട്ട നേർച്ച കോഴി പോലെയാ.
അറബിപ്പൊൻ വിളയുന്ന മരുമാണൽ കാട്ടില് അകലെ അബൂദാബികൾ പിന്നെ നാട്ടില് അധ്വാനിക്കും നിങ്ങൾ സൂര്യന്റെ ചോട്ടില് അനുഭവിക്കാം ഞാനും കുട്ടിയും വീട്ടില് ഞാനൊന്ന് ചോദിക്കുന്നു ഈ കോലത്തില് എന്തിനു സമ്പാദിക്കുന്നു ഒന്നുമില്ലെങ്കിലും തമ്മിൽ കണ്ടുകൊണ്ട് നമ്മൾ രണ്ടും ഒരു പാത്രത്തിലുണ്ണാമല്ലോ ഒരു പായ് വീരിച്ചൊന്നിച്ചുറങ്ങാമല്ലോ കത്ത് വഹിച്ചൂടൻ കണ്ണു നീർ വാർക്കേണ്ട കഴിഞ്ഞു പോയതിനിയൊന്നുമേ ഓർക്കേണ്ട കരളിലെ കഥനപ്പൂ മാല്യങ്ങൾ കോർക്കേണ്ട കഴിവുള്ള കാലം കളഞ്ഞു നീ തീർക്കേണ്ട യാത്രാതിരിക്കുമല്ലോ എനിക്കാ മുഖം കണ്ട് മരിക്കാമല്ലോ നിങ്ങൾക്കായി തട്ടിക്കൊട്ടി കട്ടിലിൽ പട്ടു വിരിച്ചറയൊത്ത് ഒരുക്കിയിടട്ടെ തൽക്കാലം ഞാൻ കത്ത് ചുരുക്കിയിടട്ടെ.